ജോൺറകൾ ഒരുപാടുണ്ടെങ്കിലും രണ്ട് ടൈപ്പ് സിനിമകളെ ഉള്ളൂ എന്നാണ് വയ്പ്പ്. ഒന്നെന്ന് പറഞ്ഞാൽ ഇതുവരെ കാണാത്ത പുതിയൊരു കഥ, പുതിയൊരു ട്രീറ്റ്മെൻറ്റോടെ നല്ല പുതുമയുള്ള ഒരു സിനിമ. അത് വളരെ റെയറായിട്ടേ സംഭവിക്കുകയുള്ളൂ. രണ്ടാമെന്ന് പറഞ്ഞാൽ സ്ഥിരം കണ്ടു മാറുന്ന ഒരു ടെംപ്ലേറ്റ്, വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ടെംപ്ലേറ്റ്, അതിനെ വളരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് എടുക്കുന്ന സിനിമ. ഈ രണ്ടാമത്തെ സിനിമ സക്സസ് ആവണമെങ്കിൽ അതിലെ കഥാപാത്രങ്ങളൊക്കെ അത്രയ്ക്ക് ശക്തമായിട്ട് എഴുതപ്പെടണം. എഴുതിയാൽ മാത്രം പോരാ, അത് സ്ക്രീനിൽ അതുപോലെ പെർഫോം ചെയ്ത് വരികയും ചെയ്യണം. അതുമായിട്ട് പ്രേക്ഷകർക്ക് ഒരു കണക്ഷൻ ഉണ്ടാവുകയും ചെയ്യണം. ഈ രണ്ടാമത്തെ കാറ്റഗറിയിൽ വന്ന് അത് വർക്കൗട്ടായ ഒരു ഗംഭീര സിനിമയാണ് ഗരുഡൻ. നല്ല എഴുത്ത്, നല്ല പെർഫോമൻസ്, ടെക്നിക്കലി ടോപ്പ് നോച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. നൂത്ത് വിട്ടോ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ധ്രുവ് സെന്തിൽകുമാറാണ്. അതായത് കോടി, കാക്കി സട്ടൈ, പട്ടാസ്, അങ്ങനെ കുറച്ച് സിനിമകളൊക്കെ ഡയറക്റ്റ് ചെയ്ത പുള്ളിക്കാരൻ. എഴുതിയിരിക്കുന്നത് വെട്രിമാരനാണ്. ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു ഹൈപ്പ് ഉണ്ടായ ഒരു ഫാക്ടർ ക്ലിയറായിട്ട് ക്ലീനായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. അതായത് ഓരോ കഥാപാത്രങ്ങളെയും അത്രയേറെ ശക്തമായിട്ട് എഴുത്തിൽ വന്നിട്ടുണ്ട്. കഥാപാത്രങ്ങൾക്ക് ആവാഹിച്ചെഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവർ എല്ലാവരും തന്നെ എത്തിച്ചിട്ടുണ്ട്. സിനിമയിൽ ഞാൻ വിചാരിച്ചിരുന്നത് സൂര്യയുടെ കരിയർ ബെസ്റ്റ് മറ്റേ നമ്മുടെ ഈ വിടുതലൈ എന്നുള്ള സിനിമയിലാണെന്നാണ് വിചാരിച്ചത്. നല്ലടേ, ഒരുപാട് ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ്, ശരിയേത് തെറ്റേത്, വിശ്വാസവഞ്ചന, അങ്ങനെ ഒരുപാട് കോൺഫ്ലിക്റ്റ് ഇതിലെല്ലാം കൂടി കടന്നു പോകുന്ന ഒരു കഥാപാത്രമുണ്ട് സൂര്യരത്. അങ്ങേര് അന്യായമായിട്ട് ചെയ്തിട്ടുണ്ട്. കുറേ സീനുകളിൽ ഒരു സിംഗിൾ ഷോട്ടിൽ ഒരുപാട് ഡയലോഗ്സ് പറയണ ഇതൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ പുള്ളിയുടെ ആ ഉള്ളിൽ നിന്ന് പൊട്ടി വരുന്ന സാധനങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ വേണം. വേറെ ലെവലടെ ഒരു രക്ഷയില്ലാതെ ചെയ്തിട്ടുണ്ട്. അതല്ല ശശികുമാർ പിന്നെ പുതിയ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ശശികുമാർ സ്ഥിരം ശശികുമാറിൻ്റെ ഏരിയയാണ് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ്. മുമ്പ് ചെയ്തിട്ടുള്ളതിനാണ് നന്നായിട്ട് അത് അത്രയും ഭദ്രമായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. ഉണ്ണി മുകുന്ദൻ കിടിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഡബ്ബിങ്ങിൽ അവിടെ ആയിട്ട് പാളി പോലെ എനിക്ക് തോന്നി. ഒന്നാമത് ഇവർ രണ്ടുപേരും അവിടെ തമിഴ്നാട്ടിൽ തമിഴരായതുകൊണ്ട് ഇതുപോലത്തെ ഉൾനാടൻ ഭാഷകളൊക്കെ സംസാരിച്ച് നല്ല ക്യാരക്ടർ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട്, അതുകൊണ്ടായിരിക്കാം ഇദ്ദേഹം മലയാളി ആയതുകൊണ്ട് അത് പിടിക്കാൻ വേണ്ടി ഇടയ്ക്ക് ചിലയിടത്ത്, ഭയങ്കരമായിട്ടൊന്നുമില്ല, ചിലയിടത്ത് ഇതുപോലെ എനിക്ക് തോന്നി. എന്നിരുന്നാലും ആ ഒരു ലിമിറ്റേഷൻ വെച്ചുകൊണ്ട് ഗംഭീരമായിട്ട് ഉണ്ണി മുകുന്ദൻ ചെയ്തിട്ടുണ്ട്. ശിവതയുടെ പെർഫോമൻസ്, ശിവതയ്ക്ക് സ്കോർ ചെയ്യാനുള്ളത് സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അത്രയ്ക്ക് നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പടത്തിൽ. ഓരോ കഥാപാത്രം ചെറിയ റോളിൽ പറഞ്ഞ കഥാപാത്രങ്ങൾ പോലും നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ശിവതയുടെ ഒരു സീനുണ്ട്, അത് ചിലപ്പോൾ ആ സീൻ മാത്രം എടുത്തു വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഇത് എന്തൊരു ക്രിഞ്ചെന്ന് നമുക്ക് തോന്നിയാലും സിനിമയുടെ ആ ഫ്ലോയിൽ വരുമ്പം അത് ഇമോഷണലി നന്നായിട്ട് നമ്മളെ ഹുക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ വേറെ ഒരു രേവതി എന്നൊരു കൊച്ചുണ്ട്. ആ കൊച്ചിനെ ഒരു നമ്മുടെ വരലക്ഷ്മി ശരത് കുമാറിൻ്റെ ലൈറ്റ് പോലെ എനിക്ക് തോന്നി. അവൾ നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ നമ്മളെ LCUവിലുള്ള പോലീസുകാരൻ ആ ചേട്ടൻ നെപ്പോളിയൻ, അങ്ങേരുണ്ട്. അതുപോലത്തെ ഒരു പോലീസുകാരൻ കഥാപാത്രമാണ്. അങ്ങനെ കുറച്ച് പേരൊക്കെ സിനിമയിലുണ്ട്. സമുദ്രക്കനിയുടെ നരേഷനിലൂടെയാണ് സിനിമ പോണത്. ഭയങ്കര വലിയ റോളൊന്നുമല്ല, ഉള്ള റോളും പുള്ളിക്ക് പറ്റിയ റോളായിരുന്നു. അങ്ങനെ എല്ലാവർക്കും കൃത്യമായിട്ട് അളന്നു മുറിച്ച് കഥാപാത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ടത് സിനിമയുടെ സ്റ്റണ്ട് കൊറിയോഗ്രഫി ചെയ്തിരിക്കുന്നത് മഹേഷ് മാത്യു ആണ്. കിങ് ഓഫ് കൊത്തയിടുന്ന പുള്ളിയായിരുന്നു. അത്രയ്ക്കും റിയലിസ്റ്റിക്കായിട്ട് ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഫൈറ്റ്സാണ്. ഇത് സർട്ടിഫിക്കറ്റ് ഉള്ള പടമൊന്നുമല്ല കേട്ടോ. പക്ഷേ ഭയങ്കരമായിട്ട് വയലൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇത് ഇങ്ങനെ കാണിക്കുന്നില്ല, പക്ഷേ അത് ഫീൽ ചെയ്യൂടെ. ചില സിനിമകൾക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ തോന്നിപ്പോവും. അത്രയ്ക്ക് പഞ്ചായിട്ട് ഫൈറ്റ് എടുത്തിട്ടുണ്ട്. ക്ലൈമാക്സ് ഫൈറ്റൊക്കെ ഗംഭീരമായിരുന്നു. അങ്ങനെ ഉടനീളം ഫൈറ്റ് സീനുകൾ, ഇൻ്റർവൽ ബ്ലോക്കിൽ ഒരു സാധനമുണ്ട്. എൻ്റെ പൊന്നോ, മാസം എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് മാസ്. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ ഒരിടത്ത് എനിക്ക് ഒരു ചെറിയ ഒരു ഇത്രയും നന്നായിട്ട് അവന്മാർ ചെയ്തു വെച്ചിട്ട് ഒരു വലിയൊരു ഇരുമ്പ് പോലത്തെ ഒരു കമ്പി എടുത്തിട്ട് ഒരുത്തൻ്റെ മണ്ടയിലടിച്ച് അപ്പം ആൾ തിരിവില്ലടായി. ഒരിക്കൽ അടിച്ചാലും പോട്ട്, ഇത് ഉത്തര പ്രാവശ്യമോട് അടിക്കണത്. എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്തിനാണ്? അപ്പോൾ കൊമേഴ്ഷ്യലാണെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങനെ കത്തിയാറ്റണമെന്ന് അവർക്ക് നിർബന്ധമല്ല ഉണ്ട്. ആ ഒരു സാധനം മാത്രം ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം നീറ്റായിട്ട് സ്റ്റണ്ട് എടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ യുവാൻ ശങ്കർ രാജ. ഇപ്പോൾ പലരും തമിഴിൽ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ ചോദിക്കാൻ ഫസ്റ്റ് വായിൽ പറഞ്ഞത് അനിരുദ്ധായിരിക്കും. അനിരുദ്ധ് ചില കാര്യങ്ങളിൽ ബെസ്റ്റ് തന്നെയാണ്, എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ അനിരുദ്ധ് എല്ലാ ജോൺറയിലും കയറി പരീക്ഷിച്ചിട്ടുണ്ടോ? എല്ലായിടത്തും ഒരേപോലെ സക്സസ്ഫുൾ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് അറിയത്തില്ല, ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അനിരുദ്ധിൻ്റേതായിട്ടുള്ള ഏരിയ ഉണ്ട്.
പക്ഷെ യുവാൻ എന്ന് പറയുമ്പം യുവാൻ എന്ത് ജോണർ എടുത്താൽ ആ പടത്തിന് എന്താണ് വേണ്ടത് അതിൻ്റെ മാക്സിമം സാധനം യുവാൻ ഇടും. യുവാൻ ക്ലാസ്സാണ്. യുവാൻ ഇതിൽ ഞാൻ പറഞ്ഞ ഇൻ്റർവൽ ബ്ലോക്കിലുള്ള ഒരു സാധനം ഇയാൾ കൊടുത്തിരിക്കുന്ന ഒരു സ്കോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ഈ പടം പാളിപ്പോവാൻ 2 കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, സൂര്യയുടെ പെർഫോമൻസ് വധമായിരുന്നെങ്കിൽ ഈ പടം പോവും. സൂര്യയുടെ കഥാപാത്രത്തിലാണ് മെയിനായിട്ട് ഇതിരിക്കുന്നത്. അവിടെ ഓവറായിട്ട് കൊളാക്കി കഴിഞ്ഞാൽ ഇത് പോയി. അതുപോലെ സ്കോർ കൊളാക്കി കഴിഞ്ഞാലും ആ ഒരു പഞ്ച് നമുക്ക് കിട്ടൂല, ആ ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് കിട്ടൂല. ഇമോഷണലി നമ്മൾ പിടിച്ചിരുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്, അത് ഗംഭീരമായിട്ട് വർക്കായിട്ടുണ്ട്. അവിടെയൊക്കെ യുവാൻ്റെ പണി ഏറ്റിട്ടുണ്ട്. അതുപോലെ സിനിമാറ്റോഗ്രഫി ആർതർ വിൽസെൻ്റ് എന്ന ഒരാളാണ് കേട്ടോ. ഞാൻ ഇത് ഡെബ്യൂ ആണെന്ന് പറഞ്ഞ് ഞാൻ മുമ്പൊന്നും കേട്ടിട്ടില്ല. അത് ഗംഭീരമായിട്ട് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റെല്ലാം ഗംഭീരമായിട്ട് വർക്കായിട്ടുണ്ട്. ടെക്നിക്കലായാലും എഴുത്തായാലും പെർഫോമൻസ് ആയാലും എല്ലാം കൊണ്ടും 100-ൽ 100 കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമ അനുഭവമാണ് ഗരുഡൻ. പടം തുടങ്ങി ഒരു ഉൾനാടൻ ഒരു ഗ്രാമം, അവിടെ നടക്കുന്ന ചെറിയ ചെറിയ വിഷയങ്ങൾ, സൗഹൃദത്തിൻ്റെ പുറമെ പിന്നെ വരുന്ന ചതി, പക, ഇതൊക്കെ തന്നെയാണ് സ്ഥിരം ഇതുപോലത്തെ പടങ്ങൾ വരുന്ന സാധനം തന്നെയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ട്രീറ്റ്മെൻറ്റ് അത്രയേറെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. തുടങ്ങി കഥാപാത്രങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. അതിന് ഒരുപാട് സമയമൊന്നും എടുത്ത് വലിച്ചു നീട്ടിയിട്ടൊന്നുമില്ല. പട്ടയെന്നുകൊണ്ട് പടം പോവേണം. ഇതിൻ്റെ ഇടയ്ക്ക് പാട്ടുകൾ വന്നു പോകുന്നുണ്ട്. നല്ല പാട്ടുകളാണ്, സിനിമയായിട്ട് ചേർന്ന് നിൽക്കുന്ന പാട്ടുകളാണ്. ഒരു സെക്കൻഡ് പോലും സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നാതെ നമ്മളെ പിടിച്ചിരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കഥാപാത്രങ്ങളിലെ നമ്മളിലേക്ക് എത്തിക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്. പിന്നീട് ഉണ്ടാകുന്ന ഓരോ ട്വിസ്റ്റും ടേണും അതിൻ്റെ കോൺഫ്ലിക്ട്സും എല്ലാം അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് കൺവേ ആയി കിട്ടുന്നുണ്ട്. മാസ് സീനുകൾ വരുന്നുണ്ട്, അവിടെ കൈയടിക്കാൻ പറ്റുന്നുണ്ട്. ഇമോഷണൽ രംഗങ്ങൾ വരുന്നുണ്ട്, അവിടെ കണ്ണ് നിറയുന്നുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെ ഒരു സിനിമയ്ക്ക് ഒരു പ്രേക്ഷകനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ അതെല്ലാം എനിക്ക് ഈ സിനിമ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണം. നിങ്ങൾ പോയി കണ്ടു നോക്കാം, നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ല. തിയേറ്ററിൽ തന്നെ കാണാനുള്ള കാഴ്ച ഉള്ള ഒരു സിനിമ തന്നെയാണ് ഗരുഡൻ. കുറേ കാലമായിട്ട് തമിഴിൽ എല്ലാം വാല എന്നുള്ള ഈ വർഷം നല്ല സിനിമകൾ അധികം അങ്ങനെ ലവർ എന്നൊരു പടം മാത്രമാണ് എനിക്ക് പേഴ്സണലി അത്രയ്ക്ക് നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ബാക്കിയെല്ലാം കണക്കി തന്നെ, കാരണം ഞാൻ അധികം കണ്ടിട്ടുമില്ല. ആ ഒരു സമയത്ത് വരണ്ട് കിടക്കുന്ന തമിഴിൽ ഇപ്പം ഒരു മഴ പെയ്തതുപോലെ ഒരു നല്ല സിനിമ ഗരുഡൻ, എ ഗുഡ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. എന്തരാ വരട്ടെ.